ഞാൻ ഈ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുമ്പോൾ ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു ഇത് വേണം. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്. ഇപ്പം മങ്കി പെൻ ആണെങ്കിലും അതും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണണം. കഴിവതും അതിൽ ആൽക്കഹോളോ സിഗരറ്റ്സോ അല്ലെങ്കിൽ ഒരു ബാഡ് വേർഡോ അല്ലെങ്കിൽ ഒരു അബ്യൂസോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ആവാം. അപ്പോൾ ഈ നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡ്രിങ്കിങ് സീനുണ്ട്. പക്ഷേ അതൊരു അരോചകമായിട്ടോ അതല്ലെങ്കിൽ ഒരു യങ്സ്റ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലോ ഉള്ളൊരു സീനല്ല. അങ്ങനെ സിനിമകൾ നിർമ്മിക്കണം എന്ന് തുടങ്ങി. നമ്മൾ മങ്കിപ്പൻ തൊട്ടിട്ട് അടികപ്പ്യാര് കൂട്ടമണി തൊട്ട് ഇന്ന് പടക്കളം വരെ എത്തി നിൽക്കുമ്പോൾ 22 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഐ എൻജോയ് ദ പ്രോസസ്സ്. ഞാൻ ഒരു സിനിമയിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള ഐ ബാങ്ക് റോൾ ദ ഫിലിം, ഐ ഇൻവെസ്റ്റ് ദ മണി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഫൈനൽ കണ്ടൻറ്റ് കാണുന്ന ഒരാളല്ല. I enjoy the process. I enjoy the process of script selection. I enjoy the process of breaking it up and doing the costing. I do the casting. Then our shooting process, improvisations to editing to RR to all areas. അപ്പം അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ന്യൂ കമേഴ്സിന് അറിയാം. I mean what I bring to the table. I not only invest money but ഞാൻ ചിലപ്പം ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാറുണ്ട് ഡയറക്ടേഴ്സുമായിട്ട്. ഓരോ ഏരിയയിലും ചിലപ്പോൾ അവർ ജയിക്കും, ചിലപ്പോൾ ഞാൻ ജയിക്കും. അതിൻ്റെ ഓരോ സീൻ, ഈ സീൻ വേണോ ഈ സീൻ വേണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ എന്ന് പറഞ്ഞ് ഓരോ ഏരിയയിലും ഞാൻ ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. ആ ഇൻ്റർഫിയർ അതുകൊണ്ടായിരിക്കാം ഞാൻ കൂടുതലും ന്യൂ കമേഴ്സിനോട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അത് അങ്ങനെ സംഭവിക്കുന്നതും. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഒരു സീനിയർ ഡയറക്ടറാണെങ്കിൽ അത് നമ്മൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ദേ ആർ മോർ എക്സ്പീരിയൻസ് ദാൻ ദാറ്റ് പ്രോബബ്ലി. അപ്പം പിന്നെ ചോദിക്കാനും എനിക്ക് മടിയാണ്. അപ്പം ഞാൻ ഓക്കെ അപ്പം അങ്ങനെ പിന്നെ അതെനിക്ക് വർക്കാവുന്നുണ്ടോ എന്ന് മാത്രമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു ന്യൂ കമറിൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ഒരു ഹോപ്പാണ്. ലൈക്ക് ദേ ഓൾസോ റെസ്പെക്ട് യു, ദേ ട്രസ്റ്റ് യു, ദേ ട്രസ്റ്റ് യുവർ ജഡ്ജ്മെൻറ്റ്. സോ വെൻ ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്യും. ചിലപ്പോൾ അവർ ആലോചിച്ചിട്ട് പറയും, ചേട്ടാ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, യു ആർ റൈറ്റ്. ഞാൻ പറയുന്ന എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നവരെയും എനിക്ക് ചിലപ്പോൾ വർക്കാവില്ല. കാരണം ദെൻ വൈ ഡിഡ് യു കം ഹിയർ. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് റീസണിങ് തരിക, അല്ലെങ്കിൽ അത് ആർഗ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ ഐ അക്സെപ്റ്റ്. there will be some point of time we are damn sure there's a missing link in that, damn sure. നമ്മുടെ ഇതെന്താ ഇങ്ങനെ വരുന്നത്, അവിടെ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വി ഹവ് സീൻ ഇറ്റ് ഓൾസോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള സിനിമകളാണ് ഒട്ടുമിക്ക സിനിമകളെല്ലാം. അപ്പം ആദ്യം ചിലപ്പോൾ ടൈറ്റിൽ എക്സൈറ്റ് ചെയ്യും, ആ ടൈറ്റിലിൽ നിന്നും സ്റ്റോറി ഹുക്കിലേക്ക് എക്സൈറ്റ് ചെയ്യും, അതിലേക്ക് ക്ലൈമാക്സിലേക്ക് എക്സൈറ്റ് ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ് പടക്കളം വരെയുള്ള എല്ലാ സിനിമകളും എന്ന് പറയാം. എക്സെപ്റ്റ് അങ്കമാലി ഡയറീസ്. അത് ലിജോ പെല്ലിശ്ശേരി, ചെമ്പൻ, അവർ അങ്കമാലിയിൽ ജനിച്ചവർ, അങ്കമാലിയിൽ വളർന്നവർ, അങ്കമാലിയെ പറ്റിയൊരു കഥ പറയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കയറി ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവിടുത്തെ ആ ലൈഫ് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരു സീനിൽ പോലും ഇടപെടാത്ത ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്കമാലി ഡയറീസ് ആയിരിക്കും. പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിന് പുറത്തൊക്കെ ഈ ഷൂട്ട് പോകുമ്പോഴേ നമ്മൾ എസ്റ്റിമേറ്റ് ആയിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബഡ്ജറ്റും കടന്ന് പോകുമ്പോൾ നെഞ്ചിൽ കയറാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ പിടിക്കാൻ നോക്കും. നമ്മൾ മാക്സിമം നമ്മളൊരു സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഇത് കൂടുന്നു, നമ്മളൊരു ഇത്ര ദിവസത്തിൽ ഇത്ര ഇത് സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ പടക്കളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പടക്കളം ഏകദേശം ഒരു ഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോയപ്പോൾ നമ്മൾ വിസിറ്റ് ബാക്ക് അല്ലേ, ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ടേബിൾ ആൻഡ് വി സേ ഓക്കെ ഇതിങ്ങനെ പോയിട്ടുണ്ട്, അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇത് ഉള്ളിലേക്ക് കൊണ്ടുവരിക, ഇത് ഓൾറെഡി ഓവർബോർഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറ്റ്സ് പ്രൊഫഷണലി അത് സിനിമയെ എഫക്റ്റ് ചെയ്യാതെ ഇത് എങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കും, മാക്സിമം പിടിക്കാൻ നോക്കും. പിന്നെ ചില സമയത്ത് കയ്യിൽ നിന്ന് പോകും. മഴ, ഇപ്പോൾ ആട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വലിയ 3 സെറ്റുകളാണ് ഇട്ടത്. ആ വലിയ 3 സെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം അതിൻ്റെ ഹെവി സീൻസ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഹെവി ആയിട്ടുള്ള സീൻസ് ഉണ്ട്. സോ വാട്ട് മീ ആൻഡ് മിഥുൻ ഡിസൈഡഡ് ഇസ് നമ്മൾ ഏറ്റവും ഹെവിയസ്റ്റ് പോർഷൻസ് ആദ്യം തീർക്കാം. അപ്പോൾ അതെവിടെ ചെന്ന് എത്തുന്നു അതനുസരിച്ച് നമുക്ക്
സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പിടിക്കാം. അങ്ങനെ ഒരു പ്ലാനിൽ ഓക്കെ ലെറ്റ്സ് ഗോ ഹെവി എന്ന് പറഞ്ഞിട്ട് 550 പേരാണ് സെറ്റിലുള്ളത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ പ്രകാരം മെയ് 5 തുടങ്ങാമെന്നുള്ളത്, അതായത് മഴയ്ക്ക് മുമ്പ് ഇൻഡോർ കയറാം കുറച്ച്. പക്ഷേ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ 15th ആയിപ്പോയി. ശരി, 15 ഡേയ്സിൽ ഈ 3 സെറ്റിൻ്റെ പരിപാടി തീർക്കാം, എന്നിട്ട് ഇൻഡോർ കയറിയിട്ട് മഴ കഴിയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങാം. പക്ഷേ കാലവർഷം നേരത്തെ വന്നു. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. കാലവർഷം 15 വർഷങ്ങൾ. ആടിന് അങ്ങനെ ഒരു ഐശ്വര്യമുണ്ട്, എപ്പോൾ തുടങ്ങിയാലും മഴയാണ്. ആട് 1-നും മഴയായിരുന്നു, ആട് 2-നും 12 ദിവസം ഞങ്ങൾ വെറുതെ ഇരുന്നു. പക്ഷെ അതൊരു ഐശ്വര്യല്ലേ? ഐശ്വര്യം എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു ഐശ്വര്യമായി പോയി. ഏകദേശം 1 കോടി രൂപ കയ്യിൽ നിന്ന് പോയൊരു ഐശ്വര്യം, അത്ര ഐശ്വര്യം വേണ്ട. അപ്പോൾ 3 സെറ്റ് ഇട്ടു, 2 കഴിഞ്ഞു. 2 രണ്ടാമത്തേൽ മഴ ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറയുന്നത്. പ്രോബ്ലം മീൻസ് നമുക്ക് അര ദിവസം പോയാൽ അത്രയും പെർ ഡേ കോസ്റ്റ് അത്രയും പോവാണ്. അപ്പം 6 ദിവസം ഷൂട്ട് ചെയ്യേണ്ടത് 9 ദിവസത്തേക്ക് കഴിഞ്ഞു. അപ്പം 3 ദിവസത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൊച്ചിയിലൊരു 1 BHK ഫ്ലാറ്റ് അല്ലെങ്കിൽ 2 BHK വാങ്ങിക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ ഫ്ലാറ്റ് പോയി. അങ്ങനെ 3ാമത്തെ സെറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനായി. അത് ഇൻഡസ്ട്രിയൽ കവറിങ് ഇട്ട് കവറൊക്കെ ചെയ്തു. പക്ഷേ ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവിടെ സെറ്റും ഇല്ല കവറും ഇല്ല, എല്ലാം ഒലിച്ചു പോയി. അപ്പോൾ അതൊരു 10-75 ലക്ഷം രൂപയ്ക്ക് ഇട്ടിരിക്കുന്ന സെറ്റാണ്. ശരിക്കൊരു വേദന ഉണ്ടാവില്ലേ? എനിക്ക് അപ്പോൾ അതൊക്കെ പിടിക്കണം, ഇനി അതൊക്കെ പിടിച്ച് ഇടലോ. പക്ഷേ അത് നമ്മളൊരു സിനിമയാണ് നിർമ്മിക്കുന്നത്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദ പ്രോഡക്റ്റ് ഇസ് ഗുഡ്, ദിസ് കംസ് ബാക്ക്. ബട്ട് സിനിമ ഒരു ഹൈ റിസ്കി ബിസിനസ്സാണ്. സിനിമ ഒരു ഹൈ റിസ്കി ഏരിയ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സിനിമ. അതുകൊണ്ട് സിനിമയിൽ വന്നിട്ട് എൻ്റെ പൈസ പോയി എന്ന് പറയുന്നവരോട് എനിക്ക് ഇതില്ല. സിനിമയിൽ വന്നാൽ പൈസ പോകാൻ സാധ്യതയുണ്ട്. ഹൈ റിസ്ക് പരിപാടിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് മാത്രം വരിക. അല്ലാതെ സിനിമയിൽ വന്നിട്ട് പൈസ പോയി എന്ന് അതറിയണം, അതറിഞ്ഞ് തന്നെ വരണം. അറിയാത്ത ഒരാൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് അത് പഠിച്ചിട്ട് വരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ലേൺ അതർവൈസ്, അല്ലെങ്കിൽ അൺലെസ് യു ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്, അതർവൈസ് യു ലേൺ ദ ഹാർഡ് വേ. യു മൈറ്റ് ലൂസ് മണി. എന്നാൽ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടെങ്കിൽ വരിക. അല്ലെങ്കിൽ ഓക്കെ ഇത് എനിക്ക് എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ ഇത് പോയാൽ പിന്നെ ഞാൻ കടത്തിലാവും എന്നുള്ളവർ വളരെ സൂക്ഷിച്ച് മാത്രം സിനിമയിൽ വരണമെന്ന് പറയുന്ന ഒരാളാണ്. വിജയ് ബാബുയുടെ ഉപദേശം അല്ല, എൻ്റെ ഉപദേശം എന്നല്ല, അങ്ങനെ ആവണം. അത് ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ഹൈ റിസ്കി ഇതാണ്. നമ്മൾ 120, അതായത് ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ, 1 വർഷത്തോളം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുക, ആൻഡ് 1 ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് അറിയാം. വേറൊരു ഇൻഡസ്ട്രി ഉള്ളൂ അങ്ങനെ, ക്രാക്കേഴ്സ്. 1 വർഷം ഉണ്ടാക്കുന്നു, 1 ദിവസം പൊട്ടിച്ചു തീർക്കുന്നു. അപ്പം അതേപോലെ അതുപോലെ അല്ലേ, 1 വർഷം ഇത് ആലോചിക്കാം. അത് ഏത് ഇൻഡസ്ട്രി? പടക്കം 1 വർഷം ഇവർ ഉണ്ടാക്കും, എന്നിട്ട് 1 സീസണിലാണ് അത് പൊട്ടിച്ചെടുക്കണത് അല്ലേ, അല്ലെങ്കിൽ 2 സീസൺ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ വളരെ 100-120 ദിവസം കഷ്ടപ്പെട്ടു, അതൊക്കെ ശരി തന്നെയാണ്. അപ്പം നമുക്കൊരു ബാഡ് റിവ്യൂ വരിക, അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, എൻ്റെ സിനിമേനെ കൊന്നു, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു പുട്ട് യുവർ 100%.